PM ശ്രീയുമായി ബന്ധപ്പെട്ട് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. UDF അധികാരത്തിൽ വന്നാൽ PM ശ്രീ എടുത്ത് ദൂരക്കളയും. യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞു നടന്നത് KM ഷാജിയാണ്. ഇപ്പോഴത്തെ മന്ത്രി KM ഷാജി. KM ഷാജി ശക്തമായി തന്നെ ഇതിനെ എതിർത്തു. PM ശ്രീയെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു ഏകോപനം ഉണ്ടാക്കാൻ ഈ പ്രചരണത്തിലൂടെ PM ശ്രീ ഇടതുപക്ഷ സർക്കാർ കൊണ്ടുവരുന്നു എന്ന പ്രചരണത്തിലൂടെ മുസ്ലിം ലീഗിന് സാധിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും കളത്തിലിറങ്ങി. PM ശ്രീ വരുന്നു, സർക്കാർ സ്കൂളുകളെ ഇടതുപക്ഷം കാവ്യവൽക്കരിക്കുന്നു, ഇടതുപക്ഷവും BJPയും തമ്മിൽ രഹസ്യ ഡീലുണ്ട് എന്നിങ്ങനെയുള്ള പ്രചരണങ്ങൾ കൊഴുത്തു. ഇപ്പോൾ VD സതീശൻ PM ശ്രീയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. പക്ഷേ VD സതീശനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം രംഗത്തെത്തിയിരിക്കുന്നു. PM ശ്രീയിൽ ഒപ്പിട്ട മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവൻ എന്നാണ് PMA സലാം പറഞ്ഞിരിക്കുന്നത്. സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ആദ്യത്തെ അടി. PMA സലാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, ജമാഅത്തെ മനസ്സുള്ള വ്യക്തിയാണ്. എന്തായാലും PMA സലാമിൻ്റെ വാക്കുകൾ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ സൈബർ ഹാൻഡിലുകൾ ആഘോഷിക്കുകയാണ്. മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ, പക്ഷേ ആണും പെണ്ണും കിട്ടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി അതിരുകടന്ന വിമർശനമായി പോയി എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ പക്ഷം. സതീശന് ഇത് കേട്ടിട്ട് യാതൊരു കുലുക്കവുമില്ല. അല്ലെങ്കിലും സതീശന് അങ്ങനെ കുലുക്കമൊന്നും വരാറില്ല. PM ശ്രീയിൽ ഒപ്പിട്ടാൽ 1000 കോടി രൂപയാണ് സർക്കാരിന് കിട്ടുന്നത്. മുസ്ലിം ലീഗാണ് വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത്. PM ശ്രീ ഇടതുപക്ഷം കൊണ്ടുവന്നു എന്ന പ്രചരണം തെറ്റാണെന്ന് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു. അന്ന് ഇടതുപക്ഷം PM ശ്രീ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ UDFിനോടൊപ്പം നിന്ന് എതിർത്ത ഘടകകക്ഷിയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം PM ശ്രീ കേരളത്തിൽ കൊണ്ടുവരരുത് എന്ന കടുത്ത നിലപാടെടുത്തപ്പോൾ CPMന് അതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു. ഇപ്പോൾ സതീശൻ PM ശ്രീ പദ്ധതി നൈസായിട്ടങ്ങ് നടപ്പിലാക്കി. ജമാഅത്തെ ഇസ്ലാമിയും SDPയും സതീശന് വേണ്ടി വിറക് വെട്ടുകയും വെള്ളം കോരുകയും ചെയ്ത ജമാഅത്തെ ഇസ്ലാമി, സതീശന് വേണ്ടി വോട്ട് പിടിച്ച SDPI എല്ലാവരും തേഞ്ഞ് ഒട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി PMA സലാം അതിരൂക്ഷമായ ഭാഷയിൽ സതീശനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. PMA സലാമിൻ്റെ വാക്കുകൾ വളരെ സതീശനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ ആണും പെണ്ണും കെട്ടവൻ എന്നൊക്കെ വിളിക്കാമോ എന്ന ചോദ്യം സതീശൻ ഫാൻസുകാർ ചോദിക്കുന്നു. മുസ്ലിം ലീഗ് ഇങ്ങനെ ഒരു മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സമുന്നത നേതാവുമായ PMA സലാം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിൽ സതീശൻ ഫാൻസിന് കടുത്ത അതൃപ്തിയുണ്ട്. ഈ സൗജന്യ ബസ് യാത്രയുടെ ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ ബസ് യാത്രയൊക്കെ നടത്തിച്ച് അതിൻ്റെ മറവിൽ PM ശ്രീയിൽ ഒപ്പിടാനാണ് സതീശൻ നോക്കിയത്. അത് സതീശൻ സാധിക്കുകയും ചെയ്തു. ഇനി PM ശ്രീയെ പറ്റി പഠിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്തായാലും PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞു സർക്കാർ. ഇനി RSSൻ്റെ സിലബസുകൾ, സർവർക്കറുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം, ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയ സർവർക്കറുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം കുട്ടികൾ പഠിക്കേണ്ട ഗതികേട്ടിലേക്ക് എത്തും. അത്രയും ഗുരുതരമായ ഒരു വീഴ്ചയാണ് സതീശൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. എന്നിട്ട് അത് ഇടതുപക്ഷത്തിൻ്റെ തലയിൽ കൊണ്ടുവയ്ക്കാനാണ് സതീശൻ ശ്രമിച്ചത്. പക്ഷേ V ശിവൻകുട്ടി PM ശ്രീയിൽ തങ്ങൾ ഒപ്പിട്ടിട്ടില്ലെന്നും CPIയുടെ എതിർപ്പ് കാരണം ഞങ്ങൾ ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞു. എന്തായാലും മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനെന്ന് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തന്നെ പറയുമ്പോൾ ലീഗും കോൺഗ്രസും തമ്മിലുള്ള അടി തുടങ്ങിക്കഴിഞ്ഞു.